നെഹ്റു യുവ കേന്ദ്രയുടെയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ CSI ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ച തൊഴിൽ മേള കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യുവാക്കളുടെ കഴിവുകൾ അവർക്കും കുടുംബത്തിനും നാടിനും പ്രയോജനപ്പെടുത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് ശേഷം അവരുടെ കഴിവുകൾ അവർക്കും അവരുടെ കുടുംബത്തിനും നാടിനുമൊക്കെ പ്രയോജനപ്പെടാൻ ഉതകുന്ന അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ അങ്ങനെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ അത് നാടിൻ്റെ പുരോഗതിക്ക് പ്രയോജനപ്പെടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ലോകം മുഴുവനുള്ള പ്രതീക്ഷയും വിലയിരുത്തലും വരുംകാലങ്ങളിൽ ഇന്ത്യ വീണ്ടും പുരോഗതിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. പക്ഷെ അത് സാധ്യമാവണമെങ്കിൽ നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണം. സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലുള്ള ആ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ തരത്തിലുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 3 തലങ്ങളിലാണ് ഈ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഒന്ന്, സർക്കാരിൻ്റെ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, മറ്റ് സ്വകാര്യ സംരംഭങ്ങൾ വഴിയുള്ള അവസരങ്ങൾ. 3, സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അവസരം. ഈ കൂട്ടത്തിലുള്ള ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്, 2 മാസങ്ങൾക്ക് മുൻപേ കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ആറ്റിങ്ങലിൽ വന്ന് 6000 കോടി രൂപയുടെ വിവിധ സാമ്പത്തിക സേവനങ്ങൾ നമ്മുടെ ഈ ജില്ലയിലുള്ള ധാരാളം ആളുകൾക്കായിട്ട്, ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾക്കായിട്ട് വിതരണം ചെയ്തു. ശ്രീമതി സ്മിത നായർ റീജിയണൽ ഡയറക്ടർ എന്നുള്ള നിലയിൽ, റീജിയണൽ മാനേജർ എന്നുള്ള നിലയിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ മാനേജർ എന്നുള്ള നിലയിൽ ആ പരിപാടിയുടെ ചുക്കാൻ പിടിച്ച ആളുകളിൽ ഒരാളാണ്. നമ്മുടെ മുദ്രാ വായ്പകളിലൂടെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ സംരംഭങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്, അതോടൊപ്പം നമ്മുടെ സ്വാശ്രയ സംഘങ്ങൾ, കുടുംബശ്രീ പോലെ അല്ലെങ്കിൽ അതുപോലെ അക്ഷയശ്രീ പോലെ അതുപോലെയുള്ള വിവിധ സ്വാശ്രയ സംഘങ്ങൾ, ആ സ്വാശ്രയ സംഘങ്ങളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വായ്പാ പദ്ധതികൾ, അങ്ങനെയുള്ള നിരവധി വായ്പാ പദ്ധതികളിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. അപ്പോൾ ഈ 3 തരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, 3 തരങ്ങളിലൂടെ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ യുവാക്കൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ നാട് വലിയ സാമ്പത്തിക ശക്തിയാവുക എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെല്ലാവർക്കും ജീവിക്കാൻ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുക. നരേന്ദ്രമോദി സർക്കാർ നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകുന്നത് അതിനു വേണ്ടിയാണ്. യുവാക്കളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ വിവിധ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. നമ്മുടെ നാട് സാമ്പത്തിക ശക്തിയാകുക എന്നാൽ എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുക എന്നതുകൂടിയാണ്. ഇന്ത്യ ഇനിയും മുന്നേറുമെന്നാണ് ലോകം മുഴുവൻ പ്രതീക്ഷയോടെ വിലയിരുത്തുന്നത്. അതിന് യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകുകയാണ് വേണ്ടതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 3000ഓളം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേളയിൽ 50ഓളം സ്ഥാപനങ്ങൾ പങ്കെടുത്തു. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.